ഹലോ എവരിവൺ, ഞാൻ ഇസാഖ്. നമ്മൾ നോക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലിപ്പോൾ നമ്മൾ എന്ത് ന്യൂസ് ടി വി ഇട്ടാലും ന്യൂസ് തുറന്നാലും അതേപോലെ പത്രം വായിക്കുകയാണെങ്കിലും ഫുള്ള് യൂട്യൂബൊക്കെ തുറന്നാൽ തന്നെ ഫുള്ളായി നമ്മൾ കാണുന്ന കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തര സ്നേക്ക് ബൈറ്റ് കേസാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് കേരളത്തിൽ എല്ലാവർക്കും പാമ്പിനെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം കൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതേ സമയത്ത് പോയ വർഷത്തേക്കാളും പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നവരുടെ എണ്ണം ഈ വർഷം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യൂസ് കേട്ടു. അപ്പോൾ അതുകൊണ്ട് പാമ്പുകളെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയ 5 വിഷമുള്ള പാമ്പുകളെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എന്ന് പറയാൻ കാരണം ഈ 5 പാമ്പും കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള പാമ്പ് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പുകളും കൂടി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പാമ്പുകളെ കുറിച്ച് ഏതൊക്കെയാണ് 5 പാമ്പുകൾ നോക്കുന്നതിന് മുമ്പ് പാമ്പുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കുറച്ച് GK പോലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ലോകത്തിൽ തന്നെ പാമ്പുകൾ ഇല്ലാത്ത ഏതെങ്കിലും കോണ്ടിനെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോണ്ടിനെൻ്റ് മാത്രമേ ഉള്ളൂ, അന്റാർട്ടിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻ്റ്. അപ്പോൾ ഈ ഒരു കോണ്ടിനെൻ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോണ്ടിനെൻ്റും ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്ന് പറയുന്ന എല്ലാ കോണ്ടിനെൻറ്റിലും നമുക്ക് പാമ്പുകളെ കാണാൻ പറ്റും. അപ്പോൾ അതേ സമയത്ത് പാമ്പുകൾ എത്ര സ്പീഷ്യസ് ഉണ്ട് ചോദിച്ചാൽ ലോകത്തിൽ തന്നെ മൊത്തമായിട്ട് 3600 സ്പീഷ്യസാണ് പാമ്പുകളുള്ളത്. 3600 സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഡിഫറെൻറ്റ് സ്പീഷ്യസാണ്. പക്ഷേ 3600 സ്പീഷ്യസ് പാമ്പുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും പാമ്പുകളെ കണ്ട് പേടിക്കുന്നതിന് വിഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 3600 സ്പീഷ്യസിൽ വളരെ കുറച്ച് സ്പീഷ്യസിന് മാത്രമാണ് വിഷമുള്ള പാമ്പുകളുള്ളൂ. ഭയങ്കര 10%, അതിൽ 10% പാമ്പുകൾക്ക് മാത്രമാണ് വിഷമുള്ളൂ. അതിലും ഭയങ്കര വിഷമുള്ളതും ഭയങ്കര അഗ്രസീവായ പാമ്പുകളും വളരെ കുറവാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 375 സ്പീഷ്യസ് പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. അതിലും കുറച്ച് സ്പീഷ്യസിന് മാത്രമാണ് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു വിഷമോ അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ക്യാരക്ടറുള്ള പാമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാമ്പുകൾ ഏറ്റവും കൂടുതൽ തിന്നുന്നത് നമ്മുടെ എലികളെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പാമ്പുകളുടെ വിഷത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമുക്ക് പാമ്പുകളെ വിഷം എന്ന് പറയുന്നത് പാമ്പുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകൾ അതുകളുടെ വിഷം യൂസ് ചെയ്യുന്നത് അതുകൾക്ക് വരുന്ന ശത്രുവിനെ പേടിപ്പിക്കാനും അല്ലെങ്കിൽ ശത്രുവിനെ അറ്റാക്ക് ചെയ്യാനും അതേ സമയത്ത് എരനെ പിടിക്കാനും അതേ സമയത്ത് അതിൻ്റെ ബോഡി ഭക്ഷണം വല്ലതും കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ബോഡി ഭയങ്കര പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാമ്പുകൾ അതിൻ്റെ വിഷത്തിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാമ്പുകളുടെ വിഷത്തിന് നമ്മുടെ ശാസ്ത്രം പാമ്പുകളുടെ വിഷം വെച്ച് ഒരുപാട് കാര്യം കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ ക്യാൻസർ ഡിസീസിനുള്ള മരുന്നാണെങ്കിലും ക്യാൻസർ ക്യൂർ ചെയ്യാനുള്ള മരുന്നൊന്നുമല്ല, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് പെയിൻസ് ഒക്കെ വരും. ആ പെയിൻ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നും അതേപോലെ ഹേർട്ട് അറ്റാക്കിനുള്ള മരുന്നും അതേ സമയത്ത് നമ്മുടെ ബ്രെയിനിന് എന്തൊക്കെയോ അസുഖം വരുന്നു അതിനൊക്കെയുള്ള മരുന്നൊക്കെ നമ്മുടെ പാമ്പുകളിൽ നിന്ന് വിഷത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേസമയത്ത് പാമ്പുകൾ കടിച്ചാൽ നമുക്ക് അതിനുള്ള ആൻറ്റി വെനം കൂടി പാമ്പുകളുടെ വിഷത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഈ പാമ്പുകളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഫോപ്റ്റിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് മുംബൈയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മൾ ഈ പാമ്പുകളുടെ വിഷത്തിനെ കുറിച്ചൊക്കെ നോക്കി. അതേസമയത്ത് ഈ പാമ്പുകളുടെ വിഷത്തിന് ബ്ലാക്ക് മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് മാർക്കറ്റിൽ പാമ്പുകളുടെ വിഷം വാങ്ങാൻ ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഈ പാമ്പുകളുടെ വിഷം വാങ്ങാൻ. അപ്പോൾ ഈ പാമ്പുകളുടെ വിഷം ബ്ലാക്ക് മാർക്കറ്റിൽ 1 ഗ്രാം സ്വർണ്ണത്തിനേക്കാളും കൂടുതൽ വിലയ്ക്ക് വാങ്ങാൻ പോലും ആൾക്കാരുണ്ട്. അത്രയ്ക്കും ഒരു ഡിമാൻഡുള്ള ഐറ്റമാണ് ഈ പാമ്പുകളുടെ വിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാമ്പുകളെ കുറിച്ച് അറിയണമെങ്കിൽ പാമ്പുകൾ ഇപ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് തോന്നിയിരുന്നു പാമ്പുകൾ ഇല്ലാത്ത രാജ്യം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ജീവിക്കായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ലോകത്തിൽ 2 രാജ്യങ്ങളിലോ ഐസ്ലാൻഡും നമ്മളുടെ ന്യൂസിലാൻഡും ഈ 2 രാജ്യങ്ങളിൽ മാത്രമാണ് പാമ്പുകൾ കണ്ടുവരാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും പാമ്പുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതേ സമയത്ത് നമ്മളുടെ പാമ്പുകൾ സ്മെല്ല് ചെയ്യാൻ പാമ്പുകൾക്ക് 2 മൂക്കിൽ 2 ഓട്ടയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും പാമ്പുകൾ അതിൽ കൂടെ സ്മെല്ല് ചെയ്യുന്നത്. പക്ഷേ പാമ്പുകൾ സ്മെല്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അവരുടെ നാക്കാണ്. നാക്ക് പുറത്തിട്ടിട്ടാണ് അവർ സ്മെല്ല് ചെയ്യാറ്. അങ്ങനെ സ്മെല്ല് ചെയ്തിട്ടാണ് ഇരകൾ അടുത്തുണ്ടോ എന്നൊക്കെ സ്മെല്ല് ചെയ്ത് അവർ പോവാറ്. അപ്പോൾ ഈ പാമ്പുകളുടെ നാക്ക് എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ കുറച്ച് ദൂരം ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന് വൈബ്രേറ്റ് ഒക്കെ മനസ്സിലാവും എന്നൊക്കെയാണ് പറയുന്നത് പാമ്പുകൾക്ക്. അപ്പോൾ ഭയങ്കര കഴിവുള്ള ഐറ്റമാണ് പാമ്പുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് പാമ്പുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു പാമ്പാണ് അനോക്കൊണ്ട. നമ്മളെല്ലാവരും പാമ്പുകൾ നിന്നെ അനോക്കൊണ്ട ഒന്ന് കൊത്തുന്നൊക്കെ പറയുന്നത്. അതേപോലെ വലിയൊരു അനോക്കൊണ്ട എന്ന് പറയുന്നത് വലിയൊരു സംഭവം നമ്മൾ മാറ്റിക്കഴിഞ്ഞു. പക്ഷേ അനോക്കൊണ്ട വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ അനോക്കൊണ്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിൽ തന്നെ വിഷമില്ലാത്തൊരു പാമ്പുകളിൽ ഒന്നാണ് ഈ അനോക്കൊണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അനോക്കൊണ്ടയ്ക്ക് ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോൾ അനോക്കൊണ്ടയ്ക്ക് വിഷമില്ല, പിന്നെ എത്ര ഡേഞ്ചറസ് ആണെന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ വലിപ്പം കൂടിയ പാമ്പാണ് ഈ അനോക്കൊണ്ട എന്ന് പറയുന്നില്ല. ഒരു 30 അടി വരയ്ക്കും. 30 അടി എന്ന് പറയുമ്പോൾ എത്രയായി? അപ്പോൾ 30 അടി അത്രയ്ക്കും വലിപ്പം മാക്സിമം അത്രയ്ക്കും വലിപ്പം വരുന്നൊരു പാമ്പാണ് ഈ അനോക്കൊണ്ട പാമ്പെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ മലമ്പാമ്പിനെ പോലെ തന്നെയാണ്. ഇരേനെയൊക്കെ പിടിക്കുമ്പോൾ അത് നമ്മളെ ചുറ്റി വളച്ച് നമ്മളുടെ ബോഡി പാർട്സ് ബോൺസൊക്കെ പൊട്ടിച്ച് നമ്മുടെ എല്ലൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മളെ മെഴുങ്ങാറ്. അപ്പോൾ അതേപോലെ തന്നെ അനക്കൊണ്ടയും
സെയിം ഒരു ക്യാരക്ടറിസ്റ്റിക്സാണ്. പക്ഷേ അനോക്കൊണ്ട കുറച്ചും കൂടി വലുതാണ്, കുറച്ചും കൂടി അഗ്രസീവ് ആയതുകൊണ്ടാണ് അനോക്കൊണ്ടയാണ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ വിഷം ഇല്ല എന്ന് മാത്രം അനോക്കൊണ്ടയ്ക്ക് ഒരു ഒരു കമ്മിയായിട്ട് നമുക്ക് പറയാനുള്ളൂ. വിഷമില്ല. അനോക്കൊണ്ടയ്ക്ക് വിഷം കൂടി കൊടുത്തതിന് അനോക്കൊണ്ടയെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അനോക്കൊണ്ടയ്ക്ക് വിഷമില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ പാമ്പുകളെ കുറിച്ച് നമുക്ക് പാമ്പുകൾ വേണ്ട ഈ ലോകത്ത് നിന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പാമ്പുകൾ ലോകത്ത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു വലിയൊരു പാർട്ടുകൾ പാമ്പുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മളുടെ ലോകത്തിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ എലികൾ കാരണം മരിച്ചവരെക്കാളും എത്രയോ ശതമാനം കുറവാണ് പാമ്പ് കുത്തി മരിച്ചവർ. അപ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രമൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, പ്ലേഗ്, അതേപോലെ സ്പാനിഷ് ഫ്ലൂ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ പരന്നത് എലികളിൽ നിന്നാണ്. അപ്പോൾ എലികൾ കാരണം ഒരുപാട് അസുഖങ്ങൾ പരകാനും ഒരുപാട് പേര് മരിക്കാനും ചാൻസസ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഈ എലികളുടെയും തവള, ഈ റെപ്റ്റൈൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാമ്പുകൾ നമ്മളുടെ സറൗണ്ടിങ്സിലുള്ളത്. അപ്പോൾ ഇതുകളൊക്കെ ഉള്ളത്, ഈ പാമ്പുകളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സറൗണ്ടിങ് ഭയങ്കര കൺട്രോളായി വെക്കാൻ നമുക്ക് പറ്റിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു 5 പാമ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാൻ പോകാം. 5 ഓർഡറാക്കി വെച്ചിരിക്കുന്നത്, 5, 4, 3, 2 ഒരു ഓർഡറിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ 5ാമത്താണ് നമുക്ക് നോക്കാം. 5ാമത്തെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ക്രൈറ്റ് എന്ന് പറയും, നമ്മൾ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നൊരു പാമ്പാണ്. അപ്പോൾ ഈ പാമ്പെന്ന് പറയുന്നത് വളരെ ചെറിയൊരു പാമ്പാണ്. ഞാൻ ഫോട്ടോ വേണമെങ്കിൽ സൈഡ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പാമ്പെന്ന് പറയുന്നത് കാണാൻ ഭയങ്കര ചെറുതാണെങ്കിലും കാണാൻ ബോഡിയിലൊക്കെ വെള്ള വരയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് വെള്ളിക്കെട്ടൻ എന്ന് പേര് വന്നത്. അപ്പോൾ ഇത് ജീവിക്കാൻ താമസിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ വലിയൊരു സ്ഥലത്ത് കുഴി കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കുഴി കുഴിച്ച മണ്ണിൻ്റെ സൈഡൊക്കെ ചെറിയ ഹോൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കാൻ ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതേസമയത്ത് കിണറിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല, അവിടെയൊക്കെ താമസിക്കാനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ വെള്ളമുള്ള അല്ലെങ്കിൽ ഭയങ്കര കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാനാണ് ഈ പാമ്പുകൾക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇത് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു വിഷം തന്നെയാണ് ഈ പാമ്പുകൾക്കുള്ളത്. അപ്പോൾ ഇത് കടിച്ചാലുള്ള ഒരു എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു തലകറക്കം വരും, കണ്ണ് മങ്ങാൻ തുടങ്ങും, അതേപോലെ വയറുവേദന വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇത് കടിച്ചാലുള്ളത്. അതേസമയത്ത് ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ചെറുതായതുകൊണ്ട് ഇത് കടിച്ചാൽ നമുക്ക് അത്ര പെയിൻഫുൾ ആയിരിക്കില്ല. ചിലപ്പോൾ ഇത് കടിച്ചാൽ ബ്ലഡ് പോലും വരാറില്ല. അപ്പോൾ ഇതിൻ്റെ പല്ലും ഭയങ്കര ചെറുതായതുകൊണ്ട് നമുക്ക് ബ്ലഡ് വരാനും കമ്മിയാണ്. പിന്നെ അതേസമയത്ത് വിഷം കുറച്ചേ ഉള്ളിൽ പോകുള്ളൂ. അപ്പോൾ അത്ര കുറച്ച് വിഷം ഉള്ളിൽ പോയാൽ പോലും നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര രീതിയിലുള്ള നമുക്ക് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷം എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അധികം പേർക്കും ഇത് കടിച്ചാൽ അറിയാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ ലേറ്റ് ആവാനും പെട്ടെന്ന് മരുന്നൊക്കെ ആൻറ്റിവെനൊക്കെ കൊടുക്കാൻ ലേറ്റ് ആവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളിക്കെട്ടനാണ് നമ്മുടെ 5ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മുടെ 4ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചേനത്തണ്ടൻ എന്ന് പറയുന്നൊരു പാമ്പാണ്. നമ്മുടെ അണലി വർഗ്ഗത്തിൽപ്പെട്ടൊരു പാമ്പാണ് ചേനത്തണ്ടൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചേനത്തണ്ടൻ അണലി വർഗ്ഗത്തിലായതുകൊണ്ട് അണലി വർഗ്ഗത്തിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ ഭയങ്കര തടിച്ചിട്ടായിരിക്കും. അങ്ങനെ തടിച്ചതിൻ്റെ പല്ലെന്ന് പറയുന്നത് ഭയങ്കര ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള പല്ലുള്ളത് പാമ്പിലൊന്നാണ് ഈ വൈപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കടിച്ചതിനാൽ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. ഇത് കടിച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ടിഷ്യൂസിനെയൊക്കെ ഭയങ്കര ലൂസാക്കിയിട്ട് ബ്ലഡ് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് പ്രശ്നം. പക്ഷേ ഇതിൻ്റെ പോയസൺ ഭയങ്കര സ്ലോ ആയിട്ടാണ് എഫക്റ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഇതിനെ രക്ഷിക്കാൻ നമുക്ക് പറ്റും. അതേസമയത്ത് നമുക്ക് 3ാമത്തെ ആളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ 3ാമത്തെ ആൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അണലി പാമ്പ് തന്നെയാണ്. സ്കൈൽഡ് വൈപ്പർ എന്ന് പറയുന്ന അണലിയാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും അണലി തന്നെയാണ് പറയാറ്. അപ്പോൾ ഈ പാമ്പും സെയിം സിംറ്റംസ് തന്നെയാണ്. നമ്മൾ ചേനത്തണ്ടൻ പറയുന്ന പോലെ തന്നെ അതും ഒരു അണലി വർഗ്ഗം തന്നെയാണ്. ഈ 2 പാമ്പുകളും നമ്മൾ 4ഉം 3ഉം സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കടിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനും ചാൻസസ് കൂടുതലും. കാരണം ഇത് ഏറ്റവും കൂടുതൽ വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇലകളുടെ ഇടയിലും, നമ്മുടെ ഒരുപാട് ഇലകൾ തോട്ടത്തിലൊക്കെ ഒരുപാട് ഇലകളൊക്കെ ഉണ്ടാവില്ലേ, ആ ഇലകളുടെ ഇടയിലും പിന്നെ ഒരുപാട് പഴയ നനഞ്ഞ മരത്തിൻ്റെ അടിയിലൊക്കെയാണ് ഇത് താമസിക്കാറ്, ഇത് ഭയങ്കര ഇരിക്കാറ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റുന്ന സമയത്ത് അത് കൊത്താൻ ചാൻസസ് കൂടുതലാണ്. അതേസമയത്ത് നമ്മൾ 2ാമത്തെ സ്ഥാനം നോക്കുകയാണെങ്കിൽ 2ാമത്തെ സ്ഥാനം നമ്മൾ എല്ലാവരും ഉദ്ദേശിച്ച പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ കോബ്ര എന്നറിയപ്പെടുന്ന മൂർഖൻ പാമ്പിനെയാണ് നമ്മൾ 2ാം സ്ഥാനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂർഖൻ പാമ്പിൻ്റെ വിഷം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വിഷമാണ്. ചിലപ്പോൾ അണലി കടിച്ചാൽ നമുക്കൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ വരെയ്ക്കും നമുക്കൊരു ലേറ്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അടക്കം നമുക്ക് രക്ഷപ്പെടാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ മൂർഖൻ പാമ്പ് കടിച്ചാൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമുക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മൂർഖൻ പാമ്പ് കടിച്ചാൽ നമുക്ക് നല്ലൊരു പെയിൻഫുൾ ഉണ്ടായിരിക്കും. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാറില്ല. പക്ഷെ എന്നാലും നമുക്ക് മൂർഖൻ പാമ്പ് ഇരിക്കുന്ന ഏരിയയൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകാറുള്ളതുകൊണ്ട് നമ്മളുടെ വസിക്കുന്ന ഏരിയയിലൊക്കെ ഇടയ്ക്ക് മൂർഖൻ പാമ്പ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കൊത്തുകൊള്ളാനൊക്കെ പെട്ടെന്ന് നമ്മൾ ചവിട്ട് എന്തെങ്കിലും ചെയ്യുന്ന നമുക്ക് കൊത്തുകൊള്ളാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ മൂർഖൻ പാമ്പ് ഇതൊക്കെ കഴിക്കുന്ന സംഭവം എന്ന് പറയുന്നത് മൂർഖൻ പാമ്പിൻ്റെ ആവറേജ് വലിപ്പം എത്ര നോക്കിക്കഴിഞ്ഞാൽ ഇത് 5 ടു 3 ടു 5 അടിയാണ് ആവറേജ് വലിപ്പം. ഇത് ഏറ്റവും കൂടുതൽ 7.2 അടി വരയ്ക്കും വലിപ്പം വയ്ക്കാറുണ്ട് ഈ മൂർഖൻ പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂർഖൻ പാമ്പിൻ്റെ ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളത് ചെറിയ പാമ്പുകൾ, വേറെ ചെറിയ വിഷമുള്ള പാമ്പുകളെയും തവള, അതേപോലെ എലി, അതേപോലെ വേറെയുള്ള റെപ്റ്റൈൽസിനെ, ഓന്തിനെ, അതൊക്കെയാണ് മൂർഖൻ പാമ്പ് മെയിനായിട്ട് കഴിക്കാറ്. പക്ഷേ അതിന് ഇഷ്ടഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ വേറെ മഞ്ഞച്ചേരൻ്റെ കുട്ടി, അതേപോലെ വേറെയുള്ള മരപ്പാമ്പിൻ്റെ കുട്ടി, അതൊക്കെയാണ് ഈ മൂർഖൻ പാമ്പ് കഴിക്കാറ്. അതേപോലെ തന്നെ നമ്മളെ വെള്ളിക്കെട്ടനും ഇതേപോലെ വേറെ ചെറിയ പാമ്പുകളെ കഴിക്കാറുണ്ട്, നമ്മളെ അണലിയും കഴിക്കാറുണ്ട്. അപ്പോൾ ഈ പാമ്പുകൾ ഞാൻ എന്തിനാണ് പാമ്പുകളെ കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പീഷ്യസും ചിലപ്പോൾ ഒരു കിങ് കോബ്ര മാത്രം എല്ലാ പാമ്പിനെയും കഴിച്ചുകൊണ്ടിരുന്നാൽ കിങ് കോബ്ര മാത്രമായിരിക്കും സസ്റ്റെയിൻ ആവുന്നത്. അതേ സമയത്ത് കിങ് കോബ്ര തന്നെ കിങ് കോബ്രനെ കഴിക്കാറുണ്ട്, അതേ സമയത്ത് വേറെയുള്ള കോബ്ര തന്നെ കിങ് കോബ്രൻ്റെ കുട്ടികളെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ഒന്ന് കൺട്രോളായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൂർഖൻ പാമ്പ് മാത്രം ഒന്ന് സ്ട്രോങ് വലുതായി കഴിഞ്ഞാൽ മൂർഖൻ പാമ്പ് ഒന്ന് സ്ട്രോങ് ആണ്. അപ്പോൾ ആണെങ്കിൽ മൂർഖൻ പാമ്പിനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആണെങ്കിൽ മൂർഖൻ പാമ്പിൻ്റെ കുട്ടീനെ കഴിച്ചുകൊണ്ട് ആ മൂർഖൻ പാമ്പിൻ്റെ ആ ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ ആ ഒരു എണ്ണം കൂടുതലെന്നുള്ളത് ഒരു കുറവായി മാറും അണലി കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതേ സമയത്ത് അണലിൻ്റെ കുട്ടീനെ ഇവർ കഴിക്കുന്നതുകൊണ്ടും അതിൻ്റെ ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരുപാട് പേര് അങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കുക, നമുക്ക് സറൗണ്ടിങ്ങിൽ ആവശ്യത്തിന് മാത്രം ഉണ്ടാവുന്ന അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ ഈ പാമ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പാമ്പുകളെ കഴിക്കുന്നത്. അപ്പോൾ ഈ മൂർഖൻ പാമ്പാണ് ഒന്നുകൂടി നമ്മുടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ളതിൽ. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കിങ് കോബ്ര അത് തന്നെയാണ് നമ്മുടെ ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ കിങ് കോബ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്നത് അത്രയ്ക്ക് ചാൻസ് കമ്മിയാണ്. കാരണം ഒരുപാട് കാടുകളിലാണ് കിങ് കോബ്ര അധികം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വയനാട്ടിലുള്ള തോട്ടങ്ങളിൽ, തൈരത്തോട്ടങ്ങളിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മൾ വാവാശിരിച്ചൊക്കെ ഇടയ്ക്ക് പിടിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് ഭയങ്കര കൂളായിട്ടുള്ള ഏരിയയൊക്കെ അതിന് ഈ രാജവെമ്പാലയ്ക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ രാജവെമ്പാല കൊത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 5 to 10 മിനിറ്റിനുള്ളിൽ ആൾ പോകും. അപ്പോൾ ആൾ തട്ടിപ്പോൾ അത്രയ്ക്കൊക്കെ മതി. നമ്മൾ രാജവെമ്പാലം കടിച്ച് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കടി കൊണ്ടാൽ പോലും 50% ചാൻസ് ഉള്ളൂ രക്ഷപ്പെടാൻ. അപ്പോൾ അത്രയ്ക്കും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ബൈറ്റായിരിക്കും അതിൻ്റെ. അപ്പോൾ അതേ ഒരു സാധാ ഒരു മൂർഖൻ പാമ്പ് കൊത്തുന്നതിനേക്കാളും 10 ഇരട്ടി വിഷമായിരിക്കും ഈ രാജവെമ്പാല നമ്മൾ കൊത്തിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകുക. അപ്പോൾ ഈ രാജവെമ്പാലിൻ്റെ ഏവറേജ് വലിപ്പം എത്രയെന്ന് നോക്കിയാൽ 18 അടി വരയ്ക്കും മാക്സിമം അത് വലുതാവാറുണ്ട്. 18 അടി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്, മാക്സിമം 18 അടിയാണ് വലുതാവാറ്. ആവറേജ് ആയിട്ട് 10 to 13 അടിയൊക്കെ ഇത് ആവറേജ് വലിപ്പം വെക്കാറുണ്ട് ഈ രാജവെമ്പാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭക്ഷണം നോക്കുമ്പോഴാണ് ഞാൻ ഷോക്കായത്. കാരണം ഭക്ഷണം നോക്കിയാൽ ഇത് മെയിനായിട്ട് കോബ്ര കഴിക്കുന്ന പോലെ തന്നെ ബേഡ്സിൻ്റെ മുട്ട, അതേപോലെ നമ്മുടെ മൂർഖൻ പാമ്പ് എന്തൊക്കെ കഴിക്കുക വെച്ച് കഴിഞ്ഞാൽ ബേഡ്സിൻ്റെ മുട്ട, അതേപോലെ ചെറിയ കുഞ്ഞു കിളികൾ, അതേപോലെ കുഞ്ഞു കോഴികൾ, അതേപോലെ തവള, പല്ലി, അതേപോലെ വേറെ മൂർഖൻ പാമ്പ്. പക്ഷേ ഈ രാജവെമ്പാല എന്താ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഈ സംഭവമൊക്കെ കഴിക്കും. പക്ഷേ ഇതിന് ഏറ്റവും ഭക്ഷണം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷമുള്ള പാമ്പുകൾ നമ്മുടെ വലിയ മൂർഖനൊക്കെ അത് സുഖമായി കടിച്ച് കൊന്നിട്ട് സുഖമായി ഇത് കഴിക്കും. ഇത് കൊത്തിക്കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പാമ്പ് രാജവെമ്പാല കൊത്തിക്കഴിഞ്ഞ് ആ വിഷമേറ്റ് അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാറുള്ളൂ, ജീവനോട് അത് കഴിക്കാറില്ല. അപ്പോൾ ഇതിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷിക്കാൻ ഇഷ്ടമുള്ളൊരു പാമ്പ് ഏതാണെന്ന് വെച്ചാൽ മലമ്പാമ്പാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നൊരു ഭക്ഷണം എന്ന് പറയുന്നത്. മലമ്പാമ്പിനെ കഴിക്കുമോ? ഞാൻ വിചാരിച്ചു ഇത്ര വലിയൊരു മലമ്പാമ്പിനെ ഈ ഒരു രാജവെമ്പാല ഈസി ആയിട്ട് കഴിക്കും. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. കാരണം മലമ്പാമ്പിനെ കഴിക്കുന്നത് എനിക്ക് ഫേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ മലമ്പാമ്പിനെ തിന്നുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ അതോടെ എനിക്ക് ആകെ വിട്ടു, എന്തോ ആയി. അപ്പോൾ മലമ്പാമ്പിനൊക്കെ കഴിക്കുന്നൊരു പാമ്പാണ് ഈ രാജവെമ്പാല. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്ട്രോങ് ആണ്. അതേപോലെ രാജവെമ്പാലയുടെ കുട്ടികളെ പോലും കഴിക്കുന്നൊരു പാമ്പാണ് ഈ രാജവെമ്പാല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊത്തിക്കഴിഞ്ഞാൽ മരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ബാക്കിയുള്ള 4 പാമ്പുകളും നമ്മൾ ബാക്കിയുള്ള എല്ലാ പാമ്പുകളും നോക്കിയില്ല. ആ 4 പാമ്പുകളും കൊത്തിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മുടെ ഇന്ത്യ മൊത്തമായിട്ട് ഇതിനുള്ള ആൻറ്റി വെനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് മിക്സ്ഡ് ആൻറ്റി വെനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാമ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള മിക്സ്ഡ് ആൻറ്റി വെനം. അപ്പോൾ ഒരു പാണലി കടിച്ചു പറഞ്ഞിട്ട് നമുക്ക് ഒരാൾ പാമ്പ് കടിച്ചു, ഏത് പാമ്പ് കടിച്ചെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാമ്പിനെ തേടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കടിക്കുന്ന പാമ്പ് ആകെ 4 പാമ്പേ ഉള്ളൂ. അല്ല രാജവെമ്പാല അടിച്ച സ്പോട്ട് ഔട്ടാവും. ബാക്കിയുള്ള 4 പാമ്പിനും ഒരേ ഒരു ആൻറ്റി വെനം മാത്രമേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടും. ഇപ്പോൾ നമ്മൾ പാമ്പിനെ കടിച്ചു പോട്ടെ, ഏത് പാമ്പാണ് അറിയാമെന്ന് ടെൻഷനായി ഇപ്പോൾ പാമ്പിനെ തേടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഫേക്കായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഈ നാല് മിക്സ്ഡ് വെനം നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂർ ആവാൻ പറ്റും.
പക്ഷേ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നമ്മൾ ഡിലേ ആക്കും തോറും നമ്മുടെ സ്റ്റേജ് ക്രിട്ടിക്കൽ സ്റ്റേജായി മാറും. അപ്പോൾ എന്തിനാ ഈ വീഡിയോ ഇപ്രാവശ്യം ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇട്ടത് പക്ഷേ ഇത് പെട്ടെന്ന് ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ടും ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ കുറച്ച് നല്ലൊരു ന്യൂസ് അറിയാൻ വേണ്ടിയിട്ടും അടുത്തായിട്ടുള്ളൊരു മഴക്കാലം വരാൻ പോവുകയാണ്. അപ്പോൾ മഴക്കാലങ്ങളിലാണ് പാമ്പുകൾ പുറത്തിറങ്ങാറ്. കാരണം മഴക്കാലങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് അതുങ്ങളുടെ പൊത്തുകളിൽ വെള്ളം നിറയുന്നതുകൊണ്ട് അത് പുറത്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പരിസരങ്ങളിൽ ഇങ്ങനെ പാമ്പുകളെ കാണാറുണ്ട് എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്കൊരു ചെറിയ ടിപ്പ് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ ടിപ്പല്ല, വാവാ സുരേഷ് പറഞ്ഞ ടിപ്പാണ്. എന്താണെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ മതിലോരങ്ങളിലും ഇപ്പോൾ എലികളുള്ള പൊത്തുകളും തവളകളുള്ള പൊത്തുകളൊക്കെ നമ്മൾ പോയിട്ട് മണ്ണെണ്ണയോ ഡീസലോ വാങ്ങിച്ചിട്ട് ഒന്ന് ബാർബർ ഷോപ്പിലുള്ള സ്പ്രേ ഇല്ല, ഒരു കുപ്പിയിൽ നിറച്ച് ആ ഒരു ഇത് അടച്ച് വെച്ചിട്ട് ആ സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ഈ 2 മാസം കൂടുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാമ്പുകളുടെ സാന്നിധ്യം ഭയങ്കര കുറയുമെന്നാണ് വാവാ സുരേഷ് പറയുന്നത്. അപ്പോൾ ഇത് പാമ്പുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലായതുകൊണ്ട് പാമ്പുകൾ ആ ഏരിയയ്ക്ക് വരില്ല എന്നാണ് പറയുന്നത്. അതേസമയത്ത് ഒരു പാമ്പ് കൊത്തിക്കഴിഞ്ഞാൽ അയാളെ കടത്താനോ നടത്താനോ പറ്റില്ല. കാരണം അയാളെ എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞിട്ട് അയാളുടെ കാലിലെ കടിക്കുന്നത് പറഞ്ഞാൽ കാൽ നീട്ടി വെക്കണം, ഹേർട്ടിൻ്റെ ഭയങ്കര ഡിസ്റ്റൻസായി വെക്കണം. അതേസമയത്ത് നമ്മുടെ ഒരു കാലിലെ കടിച്ചു പറഞ്ഞാൽ നമ്മുടെ ഒരു കൈയിൻ്റെ അളവിനുള്ള നീളത്തിൽ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു തുണി ഭയങ്കര ടൈറ്റായി രക്തോട്ടം തടയുന്നത് പോലെ കെട്ടാൻ പറ്റില്ല. രക്തോട്ടം സ്ലോ ആവുന്ന പോലെ ഒരു തുണി ടൈറ്റായി കെട്ടി വെക്കണം. അങ്ങനെ തുണി കെട്ടിയതിന് ശേഷം അതിന് മേലെ അതിന് മേലെ വേറൊരു തുണി കെട്ടി വെക്കണം. അങ്ങനെ തട്ടി വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും കടിച്ച വ്യക്തിനെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പാമ്പുകളിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കുക, അല്ലെങ്കിൽ പാമ്പുകളെ കണ്ടാൽ തല്ലിക്കൊല്ലണമെന്നൊന്നും പറയില്ല. കാരണം അത് നമ്മളെപ്പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വന്നൊരു ജീവിയാണ്. നമ്മളായിട്ട് അതിനെ ഉപദ്രവിച്ചാൽ മാത്രമേ നമ്മളെ കൊത്താറുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ ചോട്ടുന്നത് നമുക്ക് കൊത്തുകൊള്ളാറുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിനോട് മനച്ചേരനെ കണ്ട വെറുതെ തല്ലിക്കൊല്ലും. പക്ഷേ അങ്ങനെ തല്ലിക്കൊല്ലേണ്ട ആവശ്യമില്ല. അത് വെറുതെ വന്ന് വല്ല എലിനെയോ തവളനെയോ തിന്നിട്ട് ജീവിച്ചോളൂ. നമ്മളെ ശല്യപ്പെടുത്താനൊന്നും വരാറില്ല. അതിന് മൈൻഡില്ലാതെ വിട്ടിരുന്നത് അങ്ങനെ പോയിക്കോളും, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പാമ്പുകളെ കുറിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാമ്പുകളെ കുറിച്ച് അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്നു തോന്നുന്നു. ഞാൻ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ. എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും ഭയങ്കര നന്ദി. അപ്പോൾ ബൈ.